നമസ്കാരം. ഒരു കാര്യവുമില്ലാതെ ഇറാനെ കയറി പെട്ടെന്ന് അടിച്ചങ്ങ് തീർക്കാൻ നിർത്തിയിട്ട് ഇസ്രായേൽ ആക്രമിച്ച ഒരു ദിവസം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു കാര്യമില്ലാതെയാണ്. കാര്യം ഇറാൻ യാതൊരു വിധത്തിലുള്ള പ്രകോപനം നടത്തിയില്ല. കയറി ആക്രമിച്ചു. 10-12 ദിവസം ആ യുദ്ധം നിലനിന്നു. ആ 12 ദിവസം കൊണ്ട് ഇസ്രായേലിനെ പരിപ്പെടുത്തു ഇറാൻ. പിന്നീടാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ സമയത്ത് ഇസ്രായേൽ അനുകൂല വാർത്തകളായിരുന്നു വന്നിരുന്നത്. ഇറാൻ ദേ പപ്പടപ്പൊടിയായി എന്നൊക്കെയാണ് വാർത്ത വന്നിരുന്നെങ്കിലും പിന്നീട് യുദ്ധം നിർത്താനുണ്ടായ കാരണങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇറാൻ ഈ പിടിച്ച പോലെയൊന്നും അല്ല, അതിനേക്കാളും വലുത് അവിടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരുപക്ഷെ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവും എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ വെടിനിർത്തൽ ഉണ്ടായത്. എന്നിട്ട് വെറുതെ ആ പന്ത്, കാര്യം അമേരിക്കയുടെ ആവശ്യമാണ്, ട്രംപിൻ്റെ ആവശ്യമാണ്, ഇറാനിൽ കുറച്ച് എണ്ണയുണ്ട്, അങ്ങനെയാണല്ലോ മറ്റുള്ളവർ മുതലടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആനക്കള്ളം മോഷണമാണ് അവരുടെ അമേരിക്കയുടെ പ്രധാന പണി എന്ന് പറയുന്നത്. ഇപ്പോൾ വെനിസ്വേലയിൽ നിന്ന് അവരുടെ സമ്പത്ത് മോഷ്ടിച്ചല്ലോ, പിടിച്ചു പറിച്ചല്ലോ എന്നതുപോലെ ഇനിയിപ്പോൾ ഇറാൻ്റെ എണ്ണ മോഷ്ടിക്കണം അല്ലെങ്കിൽ പിടിച്ചു പറിച്ചെടുക്കണം. പിന്നെ ഇവിടെ കുറച്ച് യുറേനിയം ഉണ്ട്, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്, അത് എടുത്തുകൊണ്ട് പോകണം. കാരണം മറ്റുള്ളവൻ്റെ മുതൽ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു. ലോക പോലീസ് എന്ന് പറയുകയും ചെയ്യും, ലോകത്തൊന്നാമെന്ന് പറയുകയും ചെയ്യും, എന്നാൽ മറ്റുള്ളവരത് കട്ട് മുടിക്കുകയും ചെയ്യും. ഇത് അവരുടെ ഒരു ശീലം. ഏതായാലും ഈ ഒരു അവസരം, ഇസ്രായേൽ പിന്മാറുന്ന ആ ഒരു അവസരത്തിൽ പിന്നീട് നേരെ അമേരിക്ക ആ പാത അങ്ങോട്ട് ഏറ്റെടുക്കണം. അമേരിക്കയുടെ പെരടിക്ക് വെച്ചു കൊടുത്ത് ഇസ്രായേൽ മുങ്ങി എന്ന് പറയുന്നതാണ് ശരി. എന്നാൽ ഇതിന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ USS എബ്രഹാം ലിങ്കൺ, ആ കപ്പലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്നല്ല, അമേരിക്കയുടെ എന്തൊക്കെ ഉണ്ടോ അമേരിക്കൻ്റെ എല്ലാ സന്നാഹങ്ങളും അതിനകത്തുണ്ടെന്ന് മാത്രമല്ല സഞ്ചരിക്കുന്ന ഒരു നഗരമാണ് ഈ US എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. എല്ലാം ഉണ്ട്. ഒരു 10,000-ലധികം നാവികരും പിന്നെ കുറച്ചല്ലാത്തവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വമ്പൻ പട തന്നെ അതിനകത്തുണ്ട്. പരമാവധി ഒരു 5-6 മാസം 4-5 മാസമൊക്കെയാണ് കടലിൽ കിടക്കാറ്, ഒരു 5-6 മാസം മാക്സിമം, അതിലേറെ കിടക്കാറില്ല. എന്നാൽ ഇത് കടലിൽ കിടന്ന സമയത്ത് ആണ് നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുന്നത്. ആ സമയത്ത് അയതുല്ല ഖൊമേനി പറഞ്ഞിരുന്നത്, നിങ്ങളിത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരും. ഇതാണ് ഇസ്രായേൽ പേടിച്ചു പോയത്. ഇസ്രായേൽ യുദ്ധം നിർത്തി അതുകൊണ്ടാണ്. പിന്നെ അമേരിക്ക യുദ്ധം തുടങ്ങിയപ്പോഴും ഇതേ വർത്തമാനം തന്നെയാണ് അയതുല്ല അലി ഖൊമേനി പറഞ്ഞത്. ഇനി എന്തായാലും നിങ്ങൾ യുദ്ധം തുടങ്ങി വെച്ചു, ഞങ്ങൾ വാക്ക് കേൾക്കാതെ, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല, ആ നിലയ്ക്ക് നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ട് കയറി ആക്രമിച്ച് ശരിയാക്കിയ നിലയ്ക്ക് ഇനി ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങൾ, എപ്പോൾ യുദ്ധം നിർത്തണം, എങ്ങനെ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് സത്യത്തിൽ അന്ന് അയതുല്ല ഖൊമേനി പറഞ്ഞത് എന്താണ് എന്ന് ഇന്നാണ് അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നത്, അമേരിക്കൻ പട്ടാളത്തിനൊക്കെ മനസ്സിലാകുന്നത്, ട്രംപിന് മനസ്സിലാകുന്നത്. ഇന്ന് ഭയങ്കര ദുരിതമാണ് അമേരിക്ക അനുഭവിക്കുന്ന ദുരിതം, ചില്ലറ ദുരിതമൊന്നുമല്ല. നോക്കൂ, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പിറ്റേന്ന് തന്നെ അയതുല്ല അലി ഖൊമേനി അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ അവർ കൊന്നു തള്ളി. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ മുഴുവൻ കൊന്നു തള്ളിയിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? ആ രാജ്യം അവർക്ക് കീഴ്പ്പെട്ടു പോയോ? ഇല്ലല്ലോ. അവരെ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചടിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഗതി അങ്ങോട്ട് മാറിയത്. ഈ അമേരിക്ക എവിടെയൊക്കെ ചെന്ന് പെട്ടതുപോലുള്ളൊരവസ്ഥയായി. നമ്മൾ പറയില്ലേ, ചിലതൊക്കെ എടുത്ത് വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് കോണത്തിൽ വെച്ചു എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥയായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം നോക്കൂ, മാസങ്ങൾക്ക് മുമ്പാണ് ഈ കപ്പൽ പുറപ്പെട്ടൊരു 4-5 മാസം കൊണ്ട് തിരിച്ചെത്തേണ്ട കപ്പലാണ് US എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. ആ കപ്പൽ ഇപ്പം ഇറാൻ തീരം വിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അതുമാത്രമല്ല, അതിലുള്ള പട്ടാളക്കാർക്ക് ഒരു കുടുങ്ങി. കാരണം പോയ പണിയാണ്. ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടും, ഏത് നിമിഷവും തങ്ങൾ കൊല്ലപ്പെടും എന്നുള്ളൊരു ഭീതിയിൽ ഒരു 10,000 പേര് ഒരു നഗരത്തിൽ താമസിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഇന്ന് അമേരിക്കൻ പടക്കപ്പലിൻ്റെ അവസ്ഥ. വലിയ അത്യന്താധുനിക സംവിധാനമുള്ള വിമാനങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവർ ഇന്ന് ആ കപ്പലിനുള്ളിൽ നരകയാതനയാണ് അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് കുളിക്കാനായിട്ട്, മര്യാദയ്ക്ക് കുളിക്കാൻ ഒരു ബാത്റൂമില്ല, തുണി അലക്കിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ നാടുമായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗ്ഗമില്ല, നാട്ടിലുള്ള തപാൽ സംവിധാനങ്ങളില്ല, അങ്ങനെ യാതൊന്നുമില്ല ഇപ്പോൾ. അതായത് തീരം വിട്ട് പോകാനും വയ്യ, ഇങ്ങോട്ടൊന്നും വരാനും വയ്യ, അളിക്കാനും വയ്യ, മൂടാനും വയ്യ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ചെന്നെത്തിക്കുകയാണ്. അതായത് ഇറാൻ്റെ കെണിയിലേക്ക് ചെന്ന് തല വെച്ചു കൊടുത്തു, അത് ഊരിക്കൊണ്ട് പോകാനും പറ്റാത്തൊരവസ്ഥയിൽ ആകെ അടപടലപ്പെട്ട് നിൽക്കുകയാണ് ട്രംപ്. ഈ ട്രംപ് വിചാരിച്ചത് ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ട് മൊത്തം അങ്ങ് ഭസ്മമാക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ അടിയറവ് പറയുന്നതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ ഷിയ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിലുള്ളതാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ മരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാത്തിരിക്കുകയാണ്, അങ്ങനെ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട്.
അങ്ങനെ മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൽ ചെന്ന് പേടിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഓലപ്പാമ്പ് കേട്ട് പേടിപ്പിക്കുന്ന പോലെയുള്ളൂ. അതാണ് ഈ അമേരിക്കയ്ക്ക് മനസ്സിലാകാത്തത്. ഈ മതവിശ്വാസങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെ വിശ്വാസ രീതികളും കൂടി നമ്മൾ യുദ്ധത്തിൽ മനസ്സിലാക്കണം, അതറിഞ്ഞിട്ട് പെരുമാറണം. ഇറാനെ ഇപ്പോഴാണ് ശരിക്കും അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഇറാനെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല. നേരിട്ടൊരു പക്ഷേ ഒരു വ്യോമാക്രമണം നടത്തിയിട്ട് തകർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ പെട്ടെന്ന് തകർക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇറാനെ അങ്ങനെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറാനും തിരിച്ചടിക്കും. ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ലോകം സ്തംഭിക്കും. അതിപ്പോൾ ഒരു പ്രശ്നമാണ്. ഹോർമൂസ് തന്നെ ഒരു വലിയ വിഷയമാണല്ലോ. ഏതായാലും ഇതിനിടയിൽ ഇറാൻ്റെ തീരത്ത് വന്ന് പെട്ടുപോയിട്ടുള്ള US എബ്രഹാം ലിങ്കൻ എന്ന ആ നഗരം, ആ ഒരു പടക്കോപ്പുകളുടെ പട്ടാളങ്ങളുടെ നഗരം, അതിൻ്റെ ഉള്ളിൽ ആണ് കഴിഞ്ഞ ദിവസം 7 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അമേരിക്ക പതിയെ വാർത്ത അംഗീകരിക്കുള്ളൂ, സ്വാഭാവികമാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. അത് വാസ്തവമാണ്. ഇവിടെ ഈ കപ്പലിനുള്ളിൽ കലാപം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അമേരിക്ക സ്ഥിരീകരിക്കാത്തത്. ബാക്കിയൊക്കെ അവർ ഏകദേശം സ്ഥിരീകരിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം, ഏറ്റവും വലിയ സമ്പന്നരെന്ന് പറയുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ലോകത്തെ രാജ്യങ്ങളെ അടക്കി ഭരിച്ചിട്ടുള്ള രാജ്യം, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന രാജ്യം, അതുകൊണ്ട് നമ്മൾ പറയണമല്ലോ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ഗതികേടാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ചെന്ന് അടിക്കാൻ ശ്രമിച്ചു. നിലവിലുള്ളതുമില്ല, കടിച്ചതുമില്ല, പിടിച്ചുമില്ല, പോകാനും പറ്റുന്നില്ല. എന്താ പറയുക, ഈ ഉടുമ്പ് പിടിച്ചതുപോലെയാണ്. കാടി ഇങ്ങോട്ട് വിടുന്നുമില്ല, ഊരിക്കൊണ്ട് പോകാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയായി. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വലിയൊരു കപ്പലവിടെ ഉണ്ട്. ആ കപ്പലവിടെ കുടുങ്ങി കിടക്കുകയാണ്. അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല. അതിലുള്ള ആയുധങ്ങൾ നശിക്കുന്നു, വിമാനങ്ങൾ നശിക്കുന്നു, അതുപോലെ അവരുടെ മറ്റ് ആയുധങ്ങൾ നശിക്കുന്നു. അതിനുള്ളിലെ പട്ടാളക്കാർ ഒരറ്റത്ത് തന്നെ ചാടി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലടിക്കുന്നു, കലാപമുണ്ടാകുന്നു. അവരെ അനുനയിപ്പിക്കാനെത്തിയിട്ടുള്ള അവരുടെ പട്ടാള മേധാവികൾ, ഭരണകൂട ദൂതന്മാർ, ഇവരെയൊക്കെ ആക്രമിക്കുന്നു, കുപ്പിയെടുത്തെറിയുന്നു, കത്തിയെടുത്ത് കുത്തുന്നു. അമേരിക്കയ്ക്കാകെ ഭ്രാന്ത് പിടിച്ചു. ആ പട്ടാളക്കാർക്ക് എന്തായാലും ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയാണ്. കാരണം എത്ര മാസമായി എന്ന് ആലോചിച്ചൊക്കെ കര കണ്ടിട്ട്. 6 മാസത്തിനുള്ളിൽ അവർ കര കാണുന്നതാണ്. അവരുടെ കുടുംബത്തെ കാണാൻ പറ്റുന്നില്ല, കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, തീരം കാണാൻ പറ്റുന്നില്ല. കടലിൻ്റെ ഉള്ളിലൊരു ഇട്ടാവട്ടത്ത് ഇങ്ങനെ കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ഒരു നഗരം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കപ്പലിൻ്റെ ഉള്ളിലാണല്ലോ ഇതെല്ലാം. ആ ഒരു വല്ലാത്തൊരവസ്ഥയെ, അതായത് ഇറാൻ്റെ മടയിലേക്ക് കൊണ്ടുചെന്ന് വെച്ചു കൊടുത്തു. പിന്നീട് അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല, കുടുങ്ങിപ്പെട്ടുപോയി, അടപടലം പെട്ടുപോയി. ഇനി എന്ന് പോകുമെന്ന് ഒരു ഉറപ്പുമില്ല. അതായത് ഇതാണ് ഇറാനെ ആക്രമിച്ചാലുള്ളൊരവസ്ഥ. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല. ട്രംപ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും, ഏതൊക്കെ രീതിയിൽ അവർ ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടും, കരാർ കൊണ്ടുവന്നിട്ടും, എന്ത് ചെയ്തിട്ടും പറയുന്നത് ഞങ്ങളിതിനൊന്നുമില്ല, ഞങ്ങൾക്ക് യുദ്ധം നിർത്തണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, നമ്മൾ നിർത്തും. അതിനാകട്ടെ ട്രംപിന് പറ്റേയില്ല. കാര്യം നാണം കെട്ട് അടിയറവ് പറയേണ്ട ഒരു സാഹചര്യമാണത്. അത് പറ്റേയില്ല. ഇവിടെ പട്ടാളക്കാരെ കുരുതി കൊടുക്കുന്നത് അത് പട്ടാളക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഭരണകൂടത്തിൻ്റെ ആത്മാഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം ഈ കപ്പലിനുള്ളിൽ തീരുമെന്ന് അതിനുള്ളിലെ പട്ടാളക്കാർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ തമ്മിലടി തുടങ്ങിയത്. വലിയ കലാപമാണ് അതിനുള്ളിൽ നടക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ കുറച്ചൊക്കെ അറിയുന്നുള്ളൂ. വാർത്തകൾ ഇറാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തെന്നുണ്ടെങ്കിലും പിന്നീട് മറ്റ് ചില പാശ്ചാത്യ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പെൻറ്റഗണോ ട്രംപോ ഒന്നും അത് അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പട്ടാളവുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു കുരുക്കിലേക്കാണ് തലകൊണ്ടൊന്ന് വെച്ചു കൊടുക്കുന്നത്. അവിടെ നിന്ന് ഊരിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നും ഒരു വലിയ ഒരു അടിയറവ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുന്നിൽ വെക്കേണ്ടി വരുമെന്നും നാണം കെട്ട് നാറാണക്കൽ ഇളകേണ്ടി വരുമെന്നും ഒരിക്കലും ട്രംപ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലുതാണ് മാളത്തിൽ എന്ന് പറയുന്നത് പോലെ വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. US എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പൽ മുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞു, അതിൻ്റെ കഥ കഴിഞ്ഞു. ഇനി അത്തരത്തിലുള്ളൊരു കപ്പലും അതിനുള്ളിലുള്ള പട്ടാളക്കാരെ കുറിച്ച് ഇനി അമേരിക്ക ചിന്തിക്കുക വേണ്ട. Different angles. Don't forget to subscribe and support this channel.